എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സഖ്യത്തെ അണിനിരത്താനുള്ള അമേരിക്കയുടെ നീക്കം ലോക ശ്രദ്ധ ആകർഷിക്കുകയാണ്. ഇറാനുമായുള്ള സംഘർഷം മൂർച്ഛിക്കുന്ന സാഹചര്യത്തിൽ ആഗോള സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനായി ഒരു പുതിയ നാവിക സഖ്യം രൂപീകരിക്കണമെന്ന ആവശ്യവുമായി ട്രംപ് ഭരണകൂടം തങ്ങളുടെ സഖ്യരാജ്യങ്ങളെ സമീപിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാരിടൈം ഫ്രീഡം കൺസ്ട്രക്ട് എന്ന് പേരിട്ടിരിക്കുന്ന ഈ വിപുലമായ പദ്ധതിയിലൂടെ ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം തടസ്സമില്ലാതെ തുടരുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. വാൾസ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഈ സഖ്യം വെറുമൊരു സൈനിക നീക്കം മാത്രമല്ല, മറിച്ച് നയതന്ത്രപരവും ഇന്റലിജൻസ് അധിഷ്ഠിതവുമായ ഒരു ഏകോപിത പ്രവർത്തനമാണ്. ഹോർമൂസ് മേഖലയിലെ സുരക്ഷാ ഭീഷണികളെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാനും സംയുക്തമായി കപ്പലുകൾക്ക് സംരക്ഷണം നൽകാനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ചരക്ക് പാതകളിലൊന്നായ ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു തടസ്സവും ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. ഈ ബോധ്യമാണ് അമേരിക്കയെ ഇത്തരമൊരു നീക്കത്തിന് പ്രേരിപ്പിക്കുന്നത്. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറപ്പെടുവിച്ച പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം സഖ്യരാജ്യങ്ങൾ സൈനികമായോ നയതന്ത്രപരമായോ ഈ പദ്ധതിയുടെ ഭാഗമാകണമെന്നാണ് ആഹ്വാനം. ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയാണെന്നും ഇതിനെ ഒറ്റയ്ക്ക് നേരിടുന്നതിനേക്കാൾ ഫലപ്രദമാവുക ഒരു കൂട്ടായ നീക്കമാണെന്നും വാഷിംഗ്ടൺ വിശ്വസിക്കുന്നു. സമാധാനപരമായ ചരക്ക് നീക്കം ഉറപ്പാക്കാൻ ആഗോളതലത്തിലുള്ള എല്ലാ പ്രധാന ശക്തികളും ഒത്തുചേരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് അമേരിക്കയുടെ നിലപാട്. ഈ ദൗത്യം സംയുക്തമായി നിയന്ത്രിക്കുക അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡും ചേർന്നായിരിക്കും. നയതന്ത്ര തലത്തിലുള്ള ചർച്ചകളും സൈനിക തലത്തിലുള്ള ഏകോപനവും ഒരേ സമയം നടപ്പിലാക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനകം തന്നെ ബ്രിട്ടനും ഫ്രാൻസും ഇത്തരത്തിലുള്ള ചില നാവിക നീക്കങ്ങൾ മേഖലയിൽ നടത്തുന്നുണ്ടെങ്കിലും അവയിലെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിന്റെ തന്ത്രപരമായ സ്ഥാനം പരിഗണിക്കുമ്പോൾ അവിടം സുരക്ഷിതമാക്കുക എന്നത് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല എന്ന യുക്തിയാണ് ട്രംപ് ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നത്. ജപ്പാൻ, ദക്ഷിണ കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ തുടങ്ങിയ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളെല്ലാം ഈ സുരക്ഷാ വലയത്തിന്റെ ഭാഗമാകണമെന്നാണ് അമേരിക്കയുടെ ആഗ്രഹം. തങ്ങളുടെ നാവികസേനയെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം ഒരു അന്താരാഷ്ട്ര പങ്കാളിത്തം ഉറപ്പാക്കുന്നതിലൂടെ ഇറാന്റെ മേൽ വലിയ സമ്മർദ്ദം ചെലുത്താൻ കഴിയുമെന്ന് അമേരിക്ക കണക്കുകൂട്ടുന്നു. ഇറാൻ ഇതിനോടകം തന്നെ തങ്ങളുടെ മേഖലയിലെ ആധിപത്യം തെളിയിക്കാൻ വിവിധ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഡ്രോൺ നിരീക്ഷണങ്ങളും മിസൈൽ വിന്യാസങ്ങളും വഴി ഹോർമൂസ് തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന സന്ദേശമാണ് അവർ നൽകുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ അമേരിക്ക മാത്രം രംഗത്തിറങ്ങുന്നത് പലപ്പോഴും പ്രാദേശികമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. എന്നാൽ ഒരു അന്താരാഷ്ട്ര സഖ്യം നിലവിൽ വരുന്നതോടെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായി എളുപ്പത്തിൽ ചൂണ്ടിക്കാട്ടാനാകും. സഖ്യരാജ്യങ്ങൾക്കിടയിൽ ഈ വിഷയത്തിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ആഗോള സാമ്പത്തിക ഭദ്രത എന്ന ലക്ഷ്യത്തിനു മുന്നിൽ എല്ലാവരും ഒന്നിക്കുമെന്ന് അമേരിക്ക പ്രതീക്ഷിക്കുന്നു. യുണൈറ്റഡ് കിങ്ഡവും ഫ്രാൻസും ഇതിനകം തന്നെ മേഖലയിൽ സജീവമായതിനാൽ അവരുടെ സഹകരണം ഉറപ്പാക്കുന്നത് ഈ ദൗത്യത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കും. വിവിധ രാജ്യങ്ങളുടെ നാവികസേനകൾ ഒരേ റഡാർ ശൃംഖലയിൽ പ്രവർത്തിക്കുകയും വിവരങ്ങൾ കൈമാറുകയും ചെയ്യുന്നത് ശത്രുവിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി അറിയാനാകും. ഈ പുതിയ അന്താരാഷ്ട്ര സഖ്യം നിലവിൽ വരുന്നത് ഇറാന് വലിയൊരു വെല്ലുവിളിയായിരിക്കും. തങ്ങളുടെ കടൽ തീരത്ത് ഒരു കൂട്ടം രാജ്യങ്ങളുടെ സൈനിക സാന്നിധ്യം ഉണ്ടാകുന്നത് തന്ത്രപരമായി അവരെ പ്രതിരോധത്തിലാക്കും. എന്നാൽ ഈ നീക്കത്തെ പ്രകോപനമായി കണ്ട് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് ഇറാൻ നീങ്ങുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. എണ്ണക്കപ്പലുകൾക്ക് അകമ്പടി സേവിക്കാൻ വിവിധ രാജ്യങ്ങളുടെ യുദ്ധക്കപ്പലുകൾ എത്തുന്നതോടെ ഹോർമൂസ് കടലിടുക്ക് ഒരു സൈനിക കേന്ദ്രമായി മാറും. മാരിടൈം ഫ്രീഡം കൺസ്ട്രക്ട് എന്ന ഈ പദ്ധതിയുടെ വിജയം സഖ്യരാജ്യങ്ങൾ എത്രത്തോളം സഹകരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും. വെറുമൊരു പിന്തുണ നൽകുന്നതിന് പകരം നേരിട്ട സൈനിക സാന്നിധ്യം ഉറപ്പാക്കാൻ പല രാജ്യങ്ങളും മടിച്ചേക്കാം. പ്രത്യേകിച്ച് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി ഭയക്കുന്ന രാജ്യങ്ങൾ നയതന്ത്രപരമായ പിന്തുണയിൽ ഒതുങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദം ഈ രാജ്യങ്ങളെ സഖ്യത്തിലേക്ക് നയിച്ചേക്കാം. പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കടൽപാതകളിലെ സുരക്ഷ ഉറപ്പാക്കുന്നത് ആഗോള വിപണിയിലെ വിശ്വസ്തത നിലനിർത്താൻ അത്യാവശ്യമാണ്. എണ്ണ വിതരണത്തിൽ ഉണ്ടാകുന്ന നേരിയ തടസ്സം പോലും വികസ്വര രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കും. അതിനാൽ തന്നെ അമേരിക്കയുടെ ഈ പുതിയ സഖ്യ രൂപീകരണം
ഒരു ആഗോള ആവശ്യമായി പല വിദഗ്ധരും കാണുന്നുണ്ട്. സമുദ്ര സുരക്ഷയിലെ ഈ പുതിയ നീക്കം വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. ഇറാന്റെ മിസൈൽ ഭീഷണിയെ നേരിടാൻ സഖ്യരാജ്യങ്ങളുടെ പക്കലുള്ള അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താനാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ലക്ഷ്യമിടുന്നത്. ഓരോ രാജ്യത്തിനും ഈ ദൗത്യത്തിൽ കൃത്യമായ ചുമതലകൾ നൽകും. ചില രാജ്യങ്ങൾ നിരീക്ഷണത്തിലും മറ്റു ചിലർ നേരിട്ടുള്ള സുരക്ഷാ സേവനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. സൈനികമായ ഇത്തരം ഏകോപനം മുൻപും പല അന്താരാഷ്ട്ര ദൗത്യങ്ങളിലും വിജയിച്ചിട്ടുള്ളതാണ്. ഈ നീക്കം പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന അറബ് രാജ്യങ്ങൾക്ക് ഈ സഖ്യം വലിയ ആശ്വാസമാകും. അതേസമയം ഇറാനുമായി നല്ല ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾ ഈ സഖ്യത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്നത് നിർണായകമാണ്. റഷ്യയെയും ചൈനയെയും പോലുള്ള വൻ ശക്തികൾ ഈ നീക്കത്തെ അമേരിക്കയുടെ പ്രാദേശികാധിപത്യത്തിനായുള്ള ശ്രമമായി കാണാൻ സാധ്യതയുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ തിരമാലകൾക്ക് ഇപ്പോൾ ആഗോള രാഷ്ട്രീയത്തിന്റെ ഗന്ധമാണ്. ട്രംപ് ഭരണകൂടം വിഭാവനം ചെയ്യുന്ന ഈ അന്താരാഷ്ട്ര നാവിക സഖ്യം യാഥാർത്ഥ്യമായാൽ അത് ഇറാന് നേരെയുള്ള ഏറ്റവും വലിയ നയതന്ത്ര പ്രതിരോധമായി മാറും. കടലിലെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ലോകരാജ്യങ്ങൾ ഒന്നിക്കുന്നത് ആധുനിക ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു സൈനിക നീക്കമായി രേഖപ്പെടുത്തപ്പെടും. വരും വാരങ്ങളിൽ കൂടുതൽ രാജ്യങ്ങൾ ഈ സഖ്യത്തിന്റെ ഭാഗമാകുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ഓരോ പുതിയ പങ്കാളിയും അമേരിക്കയുടെ പക്കലുള്ള ഉത്തരവാദിത്തത്തിന്റെ ഭാരം കുറയ്ക്കും. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഓരോ എണ്ണക്കപ്പലിന്റെയും യാത്ര ഇനി അന്താരാഷ്ട്ര സഖ്യത്തിന്റെ സംരക്ഷണയിലായിരിക്കും. സമാധാനപരമായ വ്യാപാരം എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ നീക്കം യുദ്ധഭീതിയെ കുറയ്ക്കുമോ അതോ വർദ്ധിപ്പിക്കുമോ എന്നത് വരും ദിവസങ്ങളിലെ സംഭവവികാസങ്ങൾ തെളിയിക്കും. സൈനികമായ ആധിപത്യം ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ നിയമപരമായ പോരാട്ടങ്ങൾക്കും ഈ സഖ്യം വേദിയൊരുക്കും. അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങൾ ലംഘിക്കുന്ന നീക്കങ്ങളെ കൂട്ടായി എതിർക്കാൻ ഈ രാജ്യങ്ങൾക്കാകും. കടൽ കൊള്ളയും ശത്രു രാജ്യങ്ങളുടെ ആക്രമണങ്ങളും തടയാൻ രൂപീകരിച്ച ഈ സഖ്യം ലോക വ്യാപാരത്തിന്റെ സുരക്ഷാ കവചമായി മാറും. ഈജിപ്ത്, സൗദി അറേബ്യ തുടങ്ങിയ പ്രാദേശിക ശക്തികളുടെ നിലപാടും ഈ സഖ്യത്തിന്റെ വിജയത്തിൽ പ്രധാനമാണ്. അവർ ഈ ദൗത്യത്തിന് എത്രത്തോളം പിന്തുണ നൽകുന്നു എന്നത് മേഖലയിലെ സമാധാനം നിലനിർത്തുന്നതിൽ നിർണായകമാകും. ആഗോളതലത്തിൽ എല്ലാ കണ്ണുകളും ഇപ്പോൾ ഹോർമൂസിലേക്കും അവിടെ രൂപം കൊള്ളുന്ന പുതിയ നാവിക സഖ്യത്തിലേക്കുമാണ്. ട്രംപിന്റെ ഈ പുതിയ നീക്കം അമേരിക്കയുടെ വിദേശ നയത്തിലെ സുപ്രധാനമായ ഒരു മാറ്റത്തെ സൂചിപ്പിക്കുന്നു. ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം സഖ്യകക്ഷികളെ കൂട്ടുപിടിച്ച് ഉത്തരവാദിത്തങ്ങൾ പങ്കിടുന്ന രീതിയാണ് ഇവിടെ പ്രകടമാകുന്നത്. ഇത് ആഗോള രാഷ്ട്രീയത്തിലെ പുതിയൊരു യുഗത്തിന് തുടക്കമിടുകയാണ്. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും ലോക ചരിത്രത്തിന്റെ ഗതി നിർണയിക്കുന്ന കേന്ദ്രമായി മാറും.